Hello guys, welcome to Compass Reaction. ஸோ நம்ம கேரளா கிரைம் ஃபைல்ஸ் எபிசோட் 3 வரைக்கும் பார்த்துருக்கோம். த கிராசிங் பார்டர்ஸா தலைவர் எது புதுசாக பண்ணிக்கிற அப்படி அது மட்டும் தெரியுங்க. இப்போ அந்த யாரோட வரலன்னு தெரில. இந்திரன்ஸோட வரலாறு இப்போ இந்திரன்ஸ் வரலாம் இருந்ததுன்னா வேற லெவல். இந்திரன்ஸ் என்ன பண்ணாருதான் தெரியல. ஏன்னா எல்லாரும் வந்து என்ன சொல்றாங்கன்னா வந்து இப்போ ஒரு நெகட்டிவ் இதுவாக இருக்கு. எல்லாரும் குட்டு சொல்லுங்க, ஒரு நெகட்டிவ் ஒன்று மாறுது. ஆனால் அதுவுமே வந்து அவர் அங்கே அந்த கன்னடா போலீஸ் சொன்ன மாதிரி அவர் வந்து 2 நாள் டைம் கேட்டு தான் குத்துக்கிறாரு. அப்புறம் இன்னொரு மிதில் ராஜா அவரும் சொல்றாரு இல்லைங்க அவர் கை சுத்தம் அவர் எதுவுமே வாங்கல, அவர் தான் ரெடி பண்ணி கொடுத்தாரு மாட்டிக்கணும். ஐயப்பனுக்கு வந்து ஒரு சைல்ட்ஹுட் இது காட்டினாங்க. செம்மையா இருந்துச்சு. அவருக்கும் நாய்க்குள்ள ஒரு கனெக்ஷன், அதான் ஒரு பாடி கார்டியாக. ஸோ வந்து இப்போ விரல் யாருது 4 இவர் வந்துட்டாரு, அஜு வேற வந்துட்டாரு. என்ன நடக்குதுன்னு எபிசோட் 4ல பார்க்கலாம். ஸோ எபிசோட் 4ஓட பேர் நோபல்ஸ் இன்ஸ்டிங்க்ட். ஸோ நோபல் வந்து அந்த போலீஸ்காரு, நோபல்ஸ் இன்ஸ்டிங்க்ட். ஸோ அந்த எபிசோட் 4 நோபல்ஸ் இன்ஸ்டிங்க்ட் ரியாக்ஷன் போகலாம். நாய்ஸ் ஆவச்சிட்டாங்களா? அப்போ திருடன் தான் சொன்னாங்க. ஓகே காக்கா வலிப்பு மாதிரி கண்ணு முட்டாங்க. അത്രയ്ക്ക് മുറുകുന്ന സ്റ്റേജ് വരുമ്പോൾ മാത്രം നമുക്ക് പേപ്പറിലാക്കാം. 2 സ്റ്റേറ്റുകളുടെ ഇടയിലുള്ള കാര്യമല്ലേ. പുറത്തു വന്ന അവരും നാറും നമ്മളും നാറും. നമുക്ക് നോബൽ പറഞ്ഞ പോലെ അയ്യപ്പൻ്റെ പുറകെ തന്നെ വെച്ച് പിടിക്കാം. കൂടുതലായിട്ട് എന്തെങ്കിലും തടഞ്ഞോ? കൂടുതലെന്ന് പറയാൻ പറ്റില്ല, എന്നാലും റെസ്പോണ്ട് ചെയ്യാതിരുന്ന അയ്യപ്പനെ കുറിച്ച് വിവരം എടുക്കാൻ വേണ്ടിയാണ് അമ്പിളി സൈബർ സെല്ലിലെ ഫ്രണ്ട് വഴി നോക്കിയത്. പക്ഷേ അതേ അയ്യപ്പൻ തിരിച്ച് റിയോൺ കാറിൻ്റെ ഡീറ്റെയിൽ വെച്ച് പുള്ളിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ പറഞ്ഞ കാറിൽ അമ്പിളി ആളുടെ കൂടെ കയറി പോവുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് കുറച്ചും കൂടി ഒരു പൈസയുടെ സോഴ്സ് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഡൗട്ടാണ്, ഈ പൈസ ഒപ്പിക്കാനുള്ള കൊട്ടേഷൻ അമ്പിളി അയ്യപ്പന് കൊടുത്തിരിക്കുമെന്നുള്ളതാണ്. ഈ അയ്യപ്പൻ എക്സ് കള്ളനാണ്, ഇത്തിരി ഏണേ കോണേന്നൊക്കെ ആണെങ്കിലും നല്ല സ്ട്രോങ് ബോണ്ടാണ് രണ്ടുപേരും തമ്മിൽ. അബ്സ്കോണ്ടിങ് ഫൈറ്റ് ചെയ്തില്ലേ? തൃശ്ശൂർ എറണാകുളം ജില്ലകളിൽ ഒരു 10-ാം തീയതി തൊട്ട് ഇങ്ങോട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള തെഫ്റ്റ് കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുപ്പിക്കും. ഗുണമുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൺസേൺ സ്റ്റേഷനിലേക്ക് അയ്യപ്പൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാം. 2001 തന്നെ സീരിയൽ ഒഫൻഡേഴ്സ് ലിസ്റ്റിൽ നിന്ന് അയ്യപ്പൻ്റെ പേര് ഒഴിവാക്കിയിരുന്നു. ആക്റ്റീവ് ക്രിമിനൽ അല്ലാത്തതുകൊണ്ട്. ക്രൈം ബ്രാഞ്ച് ഡേറ്റാ ബാങ്ക് ഉണ്ടാക്കിയത് പിന്നെയും കുറച്ച് വർഷം കഴിഞ്ഞിട്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ജയിൽ റെക്കോർഡ്സ് നോക്ക്, അവിടെ കാണുമല്ലോ. അച്ഛാ പിന്നെ ലാലിച്ചായൻ്റെ അവിടുത്തെ ബണ്ടളക്കി കെട്ടുക. പെട്ടെന്ന് എപ്പോഴാണ് ഒഴുക്ക് സ്പീഡാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ചെറുക്കനോട് തോട്ടിലോട്ട് ഇറങ്ങിയുള്ള കളിയൊന്നും വേണ്ടെന്ന് പറഞ്ഞേരെ. എടാ നീ സ്റ്റേഷനിൽ പ്രതികളോട് പറയുന്ന പോലെ കൊച്ചിൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ? മാത്രമല്ല എല്ലാവരും കൂടി ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തിയാ അവന്റെ സൈഡ് പറയാൻ പിന്നെ ആരാ? അല്ലേ പിന്നെ അവനെ നിന്റെ കൂടെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അത് പറ്റുമോ? ഫോൺ അവൻ്റെ കൊടുക്കാം. റോഡിന്റെ കാര്യമൊക്കെ നീ തന്നെ പറഞ്ഞു. അതെ, ഇപ്പൊ സമയമില്ല, അവനോട് പറഞ്ഞിരുന്നു പറഞ്ഞാൽ മതി. ആ ബ്ലൂ റിയോൺ കാറിൽ ഇരുന്ന് തന്നെ ആയിരിക്കും അയ്യപ്പൻ അമ്പിളിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടാവുന്നുള്ളതുകൊണ്ട് അയ്യപ്പൻ്റെ ഫോൺ ട്രാക്ക് ചെയ്ത് നോക്കി. അത് ഏതാണ്ട് ചേർത്തല പട്ടണക്കാട് കഴിഞ്ഞ് എഴുപുന്ന വരെ ആക്റ്റീവായിരുന്നു. സിമ്മും ഫോണും വഴി കളഞ്ഞിട്ടുണ്ട്. പോലീസ് ട്രാക്ക് ചെയ്യുന്നതുകൊണ്ട് വെറുതെ എവിടെയെങ്കിലും ഇട്ടിട്ട് പോകാനുള്ള ചാൻസും കുറവാണെന്ന് തോന്നുന്നു. ശരിയാ, തടി സേഫ് ആക്കുന്നവരെ ഫണ്ട് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ബ്രീത്തിങ് സ്പേസ് ആണ്. ഡാഷ്ബോർഡിലെ ഗണപതി, പിന്നെ ടാങ്കിലെ യൂഷ്വൽ സ്ക്രാച്ച്.
August 16th. ഏതായാലും ചേർത്തല പോലെ എറണാകുളം വരെ அவனதான் அது பிச்சு போட்டானுங்க அதுதான் கார் கழுவும் போது அவன் கழுவி ரெண்டு வாட்டர் வாஷ் எபிசோட்ல குஸ்டானுங்க அதை ഗ്രൗണ്ടുകള് வாட்டர் வாஷ் பண்ணி 2 நாள் ஆகும். സ്ട്രോങ് ആയിട്ട് പിടിക്കാം. எடுத்துட்டு வராங்க. இந்த சீன் எனக்கு ஏதோ ஒரு இங்கிலீஷ் படத்துல பார்த்த மாதிரி இருக்கும். ஒரு ராபரியில வந்து கழுத்துல റൂമിലേക്ക് டாட்டு குத்திருப்பாங்க. ஆனா பெயிண்ட் பண்ணி வச்சிருப்பான் டாட்டு. அடிச்சிட்டு இருப்பான் போனதுக்கு அப்புறம். വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഷാജുവായി പറയുന്നത് ഒരു പോക്കും കൂടി നമുക്ക് തൃശ്ശൂർ പോകേണ്ടി വരുന്നത്. മിക്കവാറും ആ ഡോഗ് ഷെൽട്ടറുകാരെന്തോ വിഴുങ്ങി സംസാരിക്കുന്ന പോലെ തന്നെ തോന്നിയത്. അന്ന് നിങ്ങൾ പറഞ്ഞത് അയ്യപ്പൻ ഒരു മാസമായിട്ട് വീട്ടിലേക്ക് വന്നിട്ടില്ലെന്നായിരുന്നു അല്ലേ? അത് കള്ളമായിരുന്നു എന്ന് നിങ്ങൾക്കും അറിയാം, ഇപ്പൊ ഞങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തർക്കിക്കാൻ പോയി വെറുതെ സമയം കളയണ്ട. പറയും ഉള്ളത് പറയും. പൈസ കൊടുത്തില്ലെങ്കിൽ അവന്മാര് പണിയൊന്നും ഉറപ്പാണോ? പോലീസുകാരന്മാരുടെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ? അല്ല, കർണാടകക്കാരായതുകൊണ്ട് വല്ല മയമുണ്ടോന്ന് അറിയാനാ. കൂടുതലുള്ളൂ. ഇയാൾക്ക് ഇവിടെ കിടന്ന് കളിക്കണ കളി പോരാഞ്ഞിട്ടാണോ കർണാടക പോയി തൊലിക്കാൻ പോയത്? എടാ മൈ, ഞാനെടുത്ത് ഉണ്ടാക്കാൻ പോയില്ല എന്ന് പറഞ്ഞില്ലേ? മിഥിലാജിനെ കാസർകോട്ടുകാരന്മാർ മൈത്താണ്ടികളെ മുട്ടിച്ചു കൊടുത്തല്ലാതെ എനിക്കൊരിടപാടുമില്ല. എങ്കിൽ മിഥിലാജിനോട് നിങ്ങൾ ഷെയറും കൂടി ഇടാൻ പറ. ഓ, കടപ്പാടുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അമ്പിളി വർമ്മ കുലോത്തുങ്കൽ കണക്ഷനും കാരണവര് കൊണവടിയൊക്കെ ആയിരുന്നല്ലോ ഇവന്മാരുടെ ഇടയിൽ കിടന്ന്. എന്നിട്ടൊരു കാലണമയിലും ഉണ്ടാക്കിയില്ലേ സേവിങ്സ്? ഈ പറയണ പ്രീമിയം ലിസ്റ്റ് കളനായിട്ട് നീ എന്തൊരു പേരുണ്ടാക്കി? അതിപ്പോ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാരും എല്ലാം ചെയ്യുന്നത്. ആ, അത്രയും മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ കിടന്ന് ചുമ്മാ ഉടക്ക് വർത്താനം പറയാതെ പൈസ ഉണ്ടാക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അത് നോക്കും, അല്ലാതെ കിടന്ന് ചിലക്കാതെ. പെട്ടെന്ന് ഇത്രയും കാശൊക്കെ ഒപ്പിക്കാന്ന് പറഞ്ഞാല് വല്ല 5000 10,000 ഒക്കെ ആയിരുന്നെങ്കിൽ പിന്നെയും നോക്കായിരുന്നു. നീ വിചാരിച്ചൊരു വഴിയുണ്ട്. എന്ത് വഴി? അളിയൻ പറഞ്ഞ കാര്യം തന്നെ. പെട്ടെന്ന് നടക്കുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഇപ്പോഴേ ഇറങ്ങാൻ റെഡി. നാളെ തൃശ്ശൂർ പോകേണ്ടതാ. തൃശ്ശൂരിൽ തന്നെയാ ആ കാര്യം. ഞാൻ അകത്തോട്ട് പോയാണ്. First scene la dog. நான் நினைக்கிறேன் இவர் ஷெல்டரில் தானே இருக்கிறாரு. ஸோ டாகுக்கு வந்து அவங்க கன்ஃபார்மாக தெரியும் மியூசியத்தில் தூணா டாக் ஸ்குவாட் வரும். அது வேண்டாம். டாக் ஏதாவது பண்ணி விட்டு ക്രൈം സീനെയും அவங்க ഇത് பண்ணிடுறானுங்க போல. അത് ശരിയാവത്തില്ല. അങ്ങനെ പറഞ്ഞതിന്റെ കാരണമാണ് മനസ്സിലായില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നിനക്കും ഉണ്ടാവും മെച്ചം. എന്റെ ആവശ്യം കഴിഞ്ഞാൽ ബാക്കി എന്താണെന്ന് വെച്ചാൽ നിനക്കെടുക്കാം. കാര്യം ഇയാൾ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്, ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഇയാൾ വിട്ടുപിടി. നിനക്ക് വശമില്ലാത്ത കാര്യമൊന്നും അല്ലല്ലോ. തന്തയില്ലായ്മ തരം ഇഷ്ടം പോലെ കാണിച്ചിട്ടുണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷെ അതൊക്കെ ഉള്ളാലെ എനിക്കും കൂടി തോന്നിയിട്ടാ. അപ്പൊ ഞാൻ പറയണത് നിനക്ക് കേൾക്കാൻ ഒക്കൂലെന്ന് കേട്ടിട്ടുണ്ടല്ലോ ഇതുവരെ. വന്ന വഴി മറന്ന് സംസാരിക്കല്ലേ കേട്ടാ. ഇപ്പോഴത്തെ ഈ നിലയും ജോലിയൊന്നും നീയോ നിന്റെ തന്തയോ കുഴിച്ചെടുത്തുണ്ടാക്കിയൊന്നുമല്ല. നിങ്ങൾ ചുമ്മാ ഉടക്ക് വർത്താനം പറയാതെന്ന്. എന്തോന്നുടക്ക്? തന്തൊക്കെ വിളിച്ചിട്ട് ചുമ്മാ നിൽക്കുന്ന കണ്ടി. നമുക്ക് ഇങ്ങോട്ട് ചെയ്തു തന്നതൊക്കെ മറന്നിട്ടില്ലെങ്കിൽ എന്തരാണെന്ന് വെച്ചാൽ അത് അങ്ങോട്ട് ചെയ്തു കൊടുക്കും. അതവര് പറയൂല സാറേ. ആരോട് എന്തരൊക്കെ പറയണമെന്ന് നല്ല ബോധ്യമുള്ളവരാ. എനിക്കറിഞ്ഞൂടെ രണ്ടുപേരെയും. അമ്പിളി പറഞ്ഞ പോലെ അയ്യപ്പൻ അന്ന് തന്നെ തൃശ്ശൂർക്ക് പോയി. അതെ. പിന്നെ വീട്ടിലേക്ക് വന്നിട്ടില്ല. ഇല്ല. വിളിച്ചിട്ടുമില്ല. ചേച്ചി, ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നത് അറിയാത്ത കാര്യം അറിയാൻ വേണ്ടി മാത്രമല്ല, അറിയുന്ന കാര്യം എത്രത്തോളം വിഴുങ്ങുന്നൂടി നോക്കാൻ. ചേച്ചി കള്ളം പറഞ്ഞാലും കോൾ റെക്കോർഡ്സ് കള്ളം പറയില്ല. അന്ന് പോയിട്ട് 4 ദിവസം കഴിഞ്ഞപ്പോൾ അയ്യപ്പന്റെ കോൾ നിങ്ങളുടെ ഫോണിലേക്ക് വന്നിട്ടുണ്ട്. കാശ് ഒപ്പിച്ചെന്ന് പറഞ്ഞു. എങ്ങനെ? എനിക്കറിഞ്ഞൂടെ സാറേ. വേറൊന്നും പറഞ്ഞില്ലേ? ഇല്ല. 2.5 മിനിറ്റ് ഉണ്ടായിരുന്നു കോൾ ഡ്യൂറേഷൻ. ഈ 2.5 മിനിറ്റും കാശൊപ്പിച്ചു മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യമായിട്ട് തന്നെ കണ്ടാൻ വരച്ച മനുഷ്യ വലിച്ചു മൂക്കുമ്പോ തോന്നണ ഓരോ ഐഡിയകളാണ് ഇതൊക്കെ. ഞാൻ എങ്ങും വരാൻ പോണില്ല. എടി, സ്വന്തമായിട്ടൊരു നിപ്പ് വേണ്ടേ? എപ്പോഴും അങ്ങനെ കീ കൊടുക്കുന്ന പാവയായിട്ട് കിടന്ന് കറങ്ങിയാൽ മതി. എവിടെയെങ്കിലും ഒരു സെറ്റപ്പ് കൊടുങ്ങാനുള്ള പാങ്ങും പൈസ വെളിവുണ്ടെങ്കിൽ ഇങ്ങനത്തെ വർത്താനം പറയൂല ഏട്ടാ. പിന്നെ അവളുടെ അമ്മടം എടി കടപ്പാടായിട്ട് മാത്രമേ പാടുള്ളൂ. ചങ്ങലക്കിട്ട പട്ടിയായിട്ട് ഇരിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. എല്ലാം നിർത്തിക്കുമെന്ന് പറഞ്ഞ് മൂക്കേറിട്ട് നിർത്തിയത് അങ്ങേര് തന്നെ. ബാക്കിയുള്ളവൻ എന്ത് വിചാരിക്കുന്നു അയാൾക്കറിയണ്ടല്ലോ. സ്വന്തം കാര്യം നടക്കണം. എന്നാലും കോണമല്ലേ ഉണ്ടായിട്ടുള്ളൂ. കേസും വഴക്കുമായിട്ട് നടന്ന ആളെ പിടിച്ച് ഈ പരുവത്തിലാക്കിയില്ലേ. പഴയ ലേബലൊക്കെ പോയി പറയാൻ കൊള്ളാവുന്ന ഒരു പണിയാക്കി തന്ന്, ഒരു കുടുംബം ആക്കി തന്നില്ലേ. ഞാൻ പറഞ്ഞോടി അതൊക്കെ എനിക്ക് ഉണ്ടാക്കി തരാൻ. ഞാൻ കെഞ്ചിയാണെന്നോ? ഇല്ലല്ലോ.
എന്തൊരു പറഞ്ഞാലും വേണ്ടൂല, എത്ര ലക്ഷം രൂപ തരാന്ന് പറഞ്ഞാലും അമ്പിളി എണ്ണനെ പറ്റിച്ചോണ്ടുള്ള ഒരു ഏർപ്പാടിനും ഞാനില്ല. ഒരു കിലോ ഉള്ളിയും എടുത്തിട്ട് வந்து ഒരു ഇതിൽ കൂടെ നമ്പർ ഇല്ല. സാധാ ഇത് വാൻ നമ്പർ ടെമ്പോ ട്രാവലർ. പുരുഷന്റേതെന്ന് സംശയിക്കപ്പെടുന്ന ഒരു കൈവിരൽ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റ് ശരീരഭാഗങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണാൻ സാധ്യതയുള്ളതുകൊണ്ട് അന്വേഷണം എല്ലാ സ്റ്റേഷൻ പരിധിയിലും ബലപ്പെടുത്തണമെന്ന് ഡെൽറ്റ അറിയിക്കുന്നുണ്ട്. ഇതുമായി ഒത്തുപോകാൻ പറ്റുന്ന മാൻ മിസ്സിംഗ് കേസുകളുള്ള കൺസേൺഡ് SHOമാര് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണം. ക്ലിയർ ആവാതെ ഉണ്ടെങ്കിൽ കൺട്രോളിനെ വിളിക്കുക. ഓവർ. വിനോദ സ്റ്റേഷനിലുണ്ടോ? ചേട്ടാ, തന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുടെ കാര്യമല്ലേ അന്വേഷിക്കുന്നത്. അതെന്താവും അറിയാനുള്ള ഒരു ശുഷ്കാന്തിയെങ്കിലും വേണ്ടത്. എല്ലാം കഴിഞ്ഞിട്ട് വിട്ടാൽ മതി എന്ന് അവിടുത്തെ CA പറഞ്ഞിട്ടുണ്ട്. വിഷയം സ്റ്റേഷനിൽ ജോയിൻ ചെയ്യാത്തല്ല സാറേ, 2 ദിവസത്തിനുള്ളിൽ വീട്ടിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഡൈവോഴ്സ് നോട്ടീസ് അയക്കുന്ന വൈഫ് പറഞ്ഞേ. അറ്റ്ലീസ്റ്റ് ഒറ്റ സ്റ്റേഷനിൽ പോയേറ്റ സാറേ. ശരി ശരി. ആ മനോജ പറയൂ. സാർ, എൻ്റെ ലിമിറ്റിനകത്തല്ല, ഇവിടെ സെൻട്രൽ സ്റ്റേഷൻ്റെ പരിധിയിൽ ഒരു ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുമായി ഒന്ന് ഒത്തു നോക്കാനാ. പുള്ളിയുടെ ഡീറ്റെയിൽസ് ഒന്ന് സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തിക്കാവോ? ആരുടെ? അമ്പിളിയുടെ? ആ, പ്ലസ് അവിടുന്ന് ആരെങ്കിലും വരുന്നതും ചിലപ്പോൾ നന്നായിരിക്കും. കാര്യം പറയും. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരേ ചേട്ടാ. ഈ പയ്യനും നിങ്ങളുടെ ബന്ധു തന്നെയല്ലേ? ബന്ധു ആയതുകൊണ്ടാ ഇത്രയും കാലം പോട്ടെന്ന് വെച്ചേ. ആ ബന്ധം അവൻ നോക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ അത് കാര്യമാക്കുന്നത്? സാർ, അരൂർ പെട്രോൾ പട്ടി ലൈനിൽ അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊരു നീല റിയോൺ കാർ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. നമസ്കാരം സാർ, ശ്രീജിത്ത്. ആ ശ്രീത്തെ, കാറിന്റെ അടയാളമൊക്കെ മാച്ചിങ് ആണോ? ഡാഷ്ബോർഡിൽ പറഞ്ഞ ഗണപതിയൊന്നുമില്ല, യു ഡ്രൈവിന്റെ സ്റ്റിക്കറും ഇല്ല. പക്ഷെ പെട്രോൾ ടാങ്കിന്റെ ക്യാപ്പിൽ യു ഷേപ്പിൽ ഒരു സ്ക്രാച്ച് കാണാനുണ്ട്. വണ്ടി പിന്നെ എറണാകുളം രജിസ്ട്രേഷൻ. സിവിലിയൻ വെഹിക്കിൾ ആണോ എന്ന് ഉറപ്പിക്കാണ്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുമോ? അരൂർ പാസഞ്ചർ ട്രെയിൻ മാത്രം നിർത്തുന്ന ഒരു ചെറിയ സ്റ്റേഷനാണ് സാർ. കൂട്ടത്തിൽ ഈ വണ്ടി മാത്രം കൂടുതൽ പൊടി പിടിച്ച് കിടപ്പുണ്ട്. അതും കാർബണും മെറ്റൽ ഡസ്റ്റ് ഒക്കെയാണ് അധികവും. സ്റ്റേഷന്റെ എതിർവശത്തെ റോഡ് 2 ദിവസം മുമ്പ് ടാർ ചെയ്തിരിക്കുന്നത്. ഇന്ന് വെച്ച കാറാണെങ്കിൽ ഇത്രയും മെറ്റൽ ഡസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. അതെ. ഏത് സ്റ്റേഷൻ ലിമിറ്റിലാണ് ഇത് വരുന്നത്? അരൂർ തന്നെ. വണ്ടി തൽക്കാലം അവിടെ തന്നെ ഹോൾഡ് ചെയ്യും. ലാബിൽ നിന്ന് ആള് വരട്ടെ, ഞങ്ങൾ ആരെങ്കിലും നാളെ അവിടെ എത്താം. ഓക്കെ സാർ. പഞ്ചാബിനെതിരെ നേരിട്ടുള്ള സെറ്റുകൾക്കായിരുന്നു കേരള പോലീസിന്റെ ടെൻഷൻ മാറിയില്ലേ? ശനിയാഴ്ച നടക്കുന്ന 2ാം സെമിയിൽ ഒറീസ ഹരിയാനയെ നേരിടും. നമ്മളില്ലെങ്കിൽ മൊത്തം കുഴയുമെന്നൊക്കെ വെറുതെ തോന്നുന്നത്. നമ്മളില്ലെങ്കിലും നടക്കേണ്ടതൊക്കെ ഭംഗിയായി നടക്കും. അതാ പ്രശ്നം. നമ്മളില്ലെങ്കിലും നടക്കുന്ന മനസ്സിലാക്കാൻ അവർക്ക് ചാൻസ് കൊടുത്തോടല്ലോ. സ്റ്റേറ്റ് ലെവലിൽ സ്പോർട്സ് നടന്നിട്ടേ இருக்கும். പുറത്തായിരുന്നു സ്കൂളും പഠിത്തമൊക്കെ. ചേട്ടനും പുറത്താ. ഞാൻ +2 കഴിയുന്നതിന് മുന്നേ അവനവിടെ കെട്ടി സെറ്റിൽഡായി. പിന്നെ കുട്ടി ഉണ്ടായപ്പോൾ അവിടെ തന്നെ സ്കൂളിലും ചേർത്തു. മോതിരവരല്ല ഡൈസെക്ട് ചെയ്യുമ്പോ ആളല്ലേ വല്ലായിരുന്നെന്നാ ആദ്യത്തെ എക്സാമിനേഷൻ തന്നെ സർജൻ പറഞ്ഞത്. ലാബ് റിപ്പോർട്ട് മാച്ചിങ് ആണോ? ബ്ലഡ് ഗ്രൂപ്പ് AB പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ അമ്പിളിയുടെ തന്നെയാണെന്ന് പക്കയായിട്ട് കൺഫേം ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി സെക്കൻഡ് ബൈ സെക്കൻഡ് നോക്കി. ഈ എക്സാക്ട് സ്പോട്ടിലോട്ട് ആരും നടന്നു നിന്നിട്ടില്ല. വണ്ടി നിർത്തിയൊന്നും വലിച്ചെറിഞ്ഞിട്ടുമില്ല. പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്ന രീതിയിൽ അവിടുത്തെ കടക്കാരോ ഓട്ടക്കാരോ ഒന്നും കണ്ടിട്ടില്ല. ഒക്കെ ചതഞ്ഞ പോലെ വണ്ടി ആണെങ്കിൽ അത് അവിടെ നിന്ന് മുമ്പേ സംഭവിച്ചായിരിക്കണം. കാരണം ഇത് കണ്ടെത്തിയ സ്ഥലത്തോടെ വണ്ടിയൊന്നും പോയിട്ടില്ല. ആ പിന്നെ വഴുവഴുşപ്പുള്ള നേരിയൊരു കവറിങ് വിരലിൽ ചുറ്റും ഉണ്ടായിരുന്നു അത്ര. ഈ വാഷ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. മറ്റേ കർണാടക പോലീസുകാരും തീരുമാനമാക്കിയോ? വൈകുന്നേരം സിറിൽ സാർ അവിടെ SP കൂടി ഇരിക്കുന്നുണ്ട്. മിക്കവാറും നോട്ടീസ് കൊടുത്ത് തലോടി കൊടുത്തു. കേസായ പൈസ ആര് കൊടുത്തു, ഏത് വകുപ്പിൽ കൊടുത്തു എന്നും കൂടി ചേർത്തല്ലേ കേസെടുക്കാൻ പറ്റും. പല്ലിന്റെ ഇടവത്തി നാരണ പോലെ ആവുമല്ലോ. ആ, എന്നാലും ഈ കേസും കൊണ്ട് ഇനി ഇവന്മാർ ഈ വഴിക്ക് വരാത്ത രീതിയിൽ ലോകട്ടിട്ടേ കൊടുത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എല്ലാവരും പലവട്ടം ചെക്ക് ചെയ്ത ഒരു മനുഷ്യക്കുഞ്ഞു പോലും ആ വഴിക്കാരാത്രി. മനുഷ്യൻ പോയിട്ടില്ലായിരിക്കും. പക്ഷെ നോക്കിയേ, സർജന്റെ റിപ്പോർട്ടിൽ വിരല് കുറച്ച് ചതുവുണ്ടെന്നാണ്. ആസ് ഇഫ് ചൂഡ് ബൈ സമ്മൺ എന്നൊരു ലൈനില്ലേ? നമ്മൾ ഈ കാണുന്ന ഡോഗ് വോമിറ്റ് ചെയ്തായിക്കൂടെ ആ കൈവിരൽ?
പിന്നെ നേരത്തെ പറഞ്ഞ ആ വഴുവഴുപ്പുള്ള നേരെ കവറിങ് വിരലിന് ചുറ്റും, അതിൽ ഈ ഡൈജഷനൊക്കെ സഹായിക്കുന്ന എൻസൈംസ് ഉണ്ടല്ലോ, അതിൽ ഏതിൻ്റെങ്കിലും ട്രേസസ് ഉണ്ടെന്ന് അറിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് കൺഫേം ചെയ്യാൻ പറ്റുമായിരിക്കും. നമ്മുടെയൊക്കെ വയറ്റിലുണ്ടാവാറുള്ളതാ ഡൈജഷൻ ഹെൽപ്പ് ചെയ്യാൻ. പട്ടികളുടെ വയറ്റിൽ ഈ സെയിം എൻസൈംസ്. நாய் சிசிடிவி வச்சு போக தெரியுமா? டைஜஸ்டிவ் நீ என்னடா கொடுப்ப? ഡ്രൈ ഫുഡ് അതെ ഹെവി പോസിറ്റീവ് തന്നെ. വേറെ എന്തെങ്കിലും കുറച്ച് ഹെയർ സ്റ്റാൻസ് കിട്ടിയിട്ടുണ്ട്, അത് ടെസ്റ്റിന് അയച്ചു. കാറിന്റെ ഡീറ്റെയിൽസ് എടുത്തോ? പറവൂർ ഞാറക്കൽ രജിസ്ട്രേഷനാ. 3 ആഴ്ച മുമ്പ് ഞാറക്കൽ സ്റ്റേഷനിൽ തെഫ്റ്റ് റിപ്പോർട്ട് ചെയ്ത വണ്ടിയാ. ഞാൻ എസ് ആയിട്ട് സംസാരിച്ചു. ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞെങ്കിൽ നിങ്ങൾ തിരിച്ചോ. നോബിളെ, അമലേസിന്റെ സ്റ്റാൻസ് കിട്ടിയെന്ന് ലാബിന്ന് വിളിച്ചു പറഞ്ഞു. അധികം അങ്ങനെ കടിക്കോ ചവയ്ക്കോ ചെയ്യാതെ വിഴുങ്ങിയോണ്ട് തന്നെയാണ് ഡോഗ് ശ്രദ്ധിച്ചപ്പോൾ ഈ ഒരു പരുവത്തിലെങ്കിലും വിരൽ പുറത്തേക്ക് വന്നത്. പിന്നെ ഇതിലുള്ളൊരു ട്രിവ്യ എന്താന്ന് വെച്ചാ ഈ വിരൽ എന്തോരം ഡൈജസ്റ്റ് ആയിട്ടാണെന്ന് നോക്കുമ്പോഴാണ്. മനസ്സിലായില്ല. ഭക്ഷണം വയറ്റിൽ ചെന്നാല് അതിന് ബ്രേക്ക് ഡൗൺ ആകുന്നതിനൊരു നിശ്ചിത ഡൈജഷൻ റേറ്റ് ഇല്ലേ? അതിപ്പോ എല്ലാ മൃഗങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. അതും വിരല് പുറത്തേക്ക് വന്ന ഫിസിക്കൽ ഫോം വെച്ച് നോക്കുമ്പോൾ ഒരു 10 മിനിറ്റ് കൂടുതൽ വിരല് ഡോഗിന്റെ വയറ്റിൽ കിടന്നിട്ടുണ്ട്. മീൻസ് കഴിച്ച് 10 മിനിറ്റിന്റെ ഉള്ളിലാണ് ഡോഗ് ഇത് ഛർദ്ദിച്ചത്. അതെ. ഇത് കിട്ടിയ സ്ഥലത്ത് വേസ്റ്റ് കൂന പോലെ എന്തെങ്കിലും ഉണ്ടോ? ലൈക്ക് സ്ഥിരമായിട്ട് ഡംപ് ചെയ്ത് വരുന്ന സ്ഥലം അങ്ങനെ എന്തെങ്കിലും? കുറച്ച് അൺഓർത്തഡോക്സ് ആണ്. എത്രത്തോളം റിസൾട്ട് ഉണ്ടാവുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. നീ പറ. ആ ഡോഗ് നമ്മൾ കണ്ട ഫ്രെയിമിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള 10 മിനിറ്റ് നേരത്തെ അതിന്റെ ഒരു റൂട്ട് മാപ്പ് ഉണ്ടാക്കാൻ പറ്റിയാൽ അതൊരു വൈറ്റിൽ ബ്ലാക്ക് പാച്ചസുള്ള ഡോഗാ. മാർക്ക് ചെയ്യാൻ കമ്പാരിറ്റീവ്ലി എളുപ്പമുണ്ടാവും. ആ പരിസരത്ത് നിന്ന് കിട്ടാവുന്ന എല്ലാ ക്യാമറകളുടെയും ബാങ്കോ കടകളോ ട്രാഫിക് ക്യാമറാസോ കിട്ടുന്നതിന്റെ എല്ലാം ഫുട്ടേജ് കളക്ട്. അത് വെച്ച് ഡോഗിനെ റിവേഴ്സ് ട്രാക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി. അതൊരു സ്ട്രേ ഡോഗ് അല്ലേ? എവിടെയൊക്കെ തെണ്ടി തിരിഞ്ഞിട്ടുണ്ടാവും? 10 മിനിറ്റ് കൊണ്ട് ഒരു നായ ട്രാവൽ ചെയ്യണ ദൂരത്തിന് പരിധി കാണുമല്ലോ. நாயெல்லாம் பில்டப் சொல்லிட்டு ஐயோ റോഡ്, സലൂൺ രാജ റോഡ്, ബാനർജി റോഡ്, ടി സി തോമസ് റോഡ്. ഓക്കെ. രാജ റോഡ്. അതാ സ്റ്റാർട്ടിംഗിൽ കാണിച്ചാங்க எல்லாத்தையும். ജിആർ രാജ റോഡിന്റെ ലിങ്ക് റോഡ്സ് നോക്കി വെച്ചു. മൊണ്ടാജ് ഷോട്ട്സ് ഒരു ഷോട്ടാ കാണിച്ചാ. ടിബി റോഡ് നാണ യോസിച്ച പിന്നെ ആനിമാർക്കും. வரலாற்றில் இது ஒரு இன்வெஸ்டிகேஷனை பார்த்துலடா. நாயை ட்ராக் பண்ணி ப்ரோ வி ஆர் ஜீனியஸ் ப்ரோ. மரக்கார் அவரா நம்ம பையன் சாஃப்ட்வேர் தான் விட்டு விடு. எல்பட் குதிரல சீரியல் கில் சேஸ் பண்ணுவோம், டாக் சேஸ். ஆமா மச்சான். மியூசிக் நல்லா போட்டுருக்காங்க. ஓகே. ஐயோ നോട്ട് വെച്ചോണേ. അതേ പ്രശ്നം പോലെ പാട്ടി செதறி ஓடிச்சு. ஏன்டா அவன் நடுவில் வந்து கூட்டிட்டு போறானுங்க? we got it. அந்த டேங்க் பெட்ரோல் டேங்க்ல மண்ணை போட முடியும்னு பாருங்க. அந்த டெக்னாலஜி எங்கிட்ட இருக்கு சார். இப்போ எல்லாம் நாய்க்கு ஒரு சிசிடிவி வைக்கணுமா? നമുക്ക് ആ പട്ടിയെ മാത്രം കിട്ടിയാൽ പോരാ, ആ ടൈം കോഡും സെറ്റ് ആവണം. നീ എൻ്റെ ടൈം കോഡ് നോക്കി. ആവശ്യമുള്ളതിൽ 3/4 മണിക്കൂർ മുമ്പുള്ള വിഷ്വലായത്. നമുക്ക് ആക്ച്വലി അറിയേണ്ടത് ഫിംഗർ കിട്ടിയ സ്പോട്ടിലേക്ക് പട്ടി എത്തുന്നതിൻ്റെ 10-15 മിനിറ്റ് മുന്നേ അതെവിടേക്കായിരുന്നു എന്ന് മാത്രം.
நமக்கு டைம் கோட் செட் ஆகணும்ல. என்னன்னா இன்னொரு நாய் அந்த மாதிரி இருந்தது. പെട്ടല്ലോ. ലാസ്റ്റ് ക്ലിപ്പില് ആ നായി കോടതിയിൽ നിന്ന് ഇറങ്ങി വരുവാണ്. തേഞ്ഞ് അതിനുള്ള ക്യാമറയും കുഴപ്പമൊന്നുമില്ല. ഈ കോളനിക്ക് വേറെ ഏതൊക്കെ സൈഡിൽ നിന്നാ എൻട്രൻസ് എക്സിറ്റ്? കടവന്ത്ര ഭാഗത്തേക്ക് 2 വഴിയില്ലേ? മെട്രോയുടെ സൈഡിലേക്കും LIC ഭാഗത്തേക്കും 3 ഓപ്പണിംഗ് ഉണ്ട്. ഓക്കെ. பீச் வெடி போட்டுருந்தோம், செம்மையா இருக்கும். அந்த இடத்துல ஒரு ஆள் எனக்கு தெரியும். പള്ളും തോണ്ടി അതന്നെയല്ലേ, കുഴപ്പമില്ലേ? പക്ക വെള്ളയിൽ കറുത്ത പുള്ളി, കോല് പോലുള്ള വാല്. ഇത് KSRTC ഭാഗത്താ. യൂട്യൂബ് ആക്ച്വലി സെൽ பண்ணும்போது 2 ആയിച്ചോ. എന്തായി? ഏകദേശം ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. ஃபுல் படம் ஓட்டுவாங்களா இப்போ? டெனட் மாதிரி வேஸ்ட்ல போகும்போது அங்க 2 வராங்க. கரெக்டா டாக் வருது, அடுத்த ஷாட் அடுத்த கேமரால கட்டி അതാ ടെനറ്റ് பண்ணி എഡിറ്റ് பண்ணி. ഈ ലാസ്റ്റ് ക്ലിപ്പ് ഏത് ക്യാമറയുടെയാ? ആ ജയിൽ സെറാമിക്സിന്റെ ഗോഡൌണിന്റെ. ക്ലിയർ ആയിട്ട് ലൊക്കേഷൻ ഒന്ന് പറയാമോ? എടാ സൗത്തിൽ തന്നെ, മോർഗൻസ് റോഡ്. சின்ன அங்கே இது போல என்ன ஸ்டேடியம் அது? இல்லையா, அதுக்குள்ளதான் தேட போறாங்களா இப்போ? நோபல் சிஸ்டம் அந்த எபிசோட் நல்லா எடுத்து போய் சூப்பரா நினைக்கிறேன். நோபல் சிஸ்டம் நோபல் தான் இந்த சீசன்ல எனக்கு தெரிஞ்சு மெயினா இன்வெஸ்டிகேஷன் இப்போதான் வந்து வெளியே வராது. அஜுக்கும் மேல இடம் இல்ல அஜு வந்து CI 3 ஸ்டார் அவர். ஆனா அவர்கிட்டயே என் ஃப்ரெண்டா இருக்கனால அஜு வந்து 3 ஸ்டார், இவர் 2 ஸ்டார். இதுல ஹைலைட் என்ன வச்சுக்கேன், இந்த எபிசோட் வந்து ஒரு மனுமட்டமான கான்செப்ட், ஆனா செமையா திரும்ப சூப்பர். இது எவனுமே யோசிக்க மாட்டாங்க, ஆனா வேற வழி இல்ல. அது அப்படி ட்ராக் பண்ணாதான் உண்டு. ஏன்னா அம்புலியை பிடிக்கணும்னா அந்த நாயை பிடிச்சாதான் உண்டு. ஸோ என்ன மேட்டர்னா நாயெல்லாம் பண்ணா ஒரு சிரிப்பு வரும் பாத்தியா, ஆனா அது இல்லாம ஜாஸ்பர் ரேஞ்சுக்கு வந்து யோசிச்சிருக்காங்க. ஜாஸ்பர் இப்படிதான் யோசிச்சாங்க. எனக்கு அது கூட இல்ல, 2 சம இது என்னமோ கட் பண்ண பாத்தியா, டைலாகா கட் பண்ண. அது வந்து நாய் போகுது, அந்த ஷாட் வந்து நாய் வந்து ஃபேட் அவுட் ஆகுது, கேமரால ஃபேட் அவுட் கட் பண்ணிட்டு அடுத்தது பார்த்தா அடுத்த கேமரால வந்து ஜூமிங்ல இருந்து வருது. பக்காவா எடிட் பண்ணி கொடுத்துறாங்க. செம்மையா எடிட் பண்ணியாச்சு. அந்த எடிட்டர் மட்டும் யாருன்னு சொல்லி எங்களுக்கும் தேவைப்படுது. ரெசியூம் அனுப்புங்க ப்ரோ. ஸோ ஃபார் பெஸ்ட் எபிசோடு, சூப்பராக இருந்துச்சு. இப்போதைக்கு இந்த நாய் வந்து அந்த ஸ்டேடியம்குள்ள இருக்கு. ஸோ ஸ்டேடியம்குள்ள போனால் இன்னும் நினைக்கிறேன் ஐயப்பன் வந்து அந்த இது தெஃப்ட் பண்ணியிருக்காருன்னு நினைக்கிறேன். அந்த மியூசியம் தான் நினைக்கிறேன்டா. ஏன்னா எனக்கு என்ன தோணுதுன்னா, ஐயப்பன் வந்து அந்த டாக் ஷெல்டர்ல தான் இருக்காரு, சரியா? ஸோ வந்து அங்கதான் வந்து இந்த போலீஸ் டாக், ஏஜ்டு டாக் அதெல்லாம் வச்சுக்கிறாங்க. ஸோ வந்து அவர் என்ன பிளான் போட்டுக்கிறாருன்னா, மியூசியத்தில் வந்து சம்திங் தெஃப்ட் ஏதோ பண்ணிட்டு அந்த டாகை தான் அங்கே எடுத்துகிட்டு வர போகிறாங்கன்னு அவருக்கு தெரியும். ஸோ அங்கேருந்து அவங்க வந்து ஃபர்ஸ்ட் எபிசோடில் கூட சொன்னாங்க, காலிலேருந்து அவனுக்கு வந்து டெம்பரேச்சர் ஃபீவராக இருக்குன்னு சொல்கிற மாதிரி காதில் வச்சு எடுத்துருந்தாங்கல்ல டெம்பரேச்சர். ஸோ வந்து என்ன பண்ணுறாரு, டாகை வந்து ஏதோ சிக் பண்ணி விட்டு அது அங்கே போயிட்டு என்ன பண்ணிட்டுக்குது, அந்த ஃப்ளோர் எவிடன்ஸை ஃபுல்லாக அழிச்சிட்டு இருக்குது.
ஸோ வந்து அதுவும் இல்லாமல் வந்து அந்த கரெக்டாக அந்த வெட்டினரியன் வந்து வயிற்று அமுக்கி பார்த்தாங்க இப்போ 2வது எபிசோட்ல ஏதோ வந்து இது அது வந்து ஐயப்பன் தான் ஏதோ குத்துக்கிற ஃபீட் பண்ணிக்கிறாரு போல. ஆனால் ஒரு நாய் ரொம்ப க்ளோஸாக இருக்குது, அது மாதிரி பண்ணுவாரான்னு தான் இருக்கும். அதுவும் இது ஏன்னா நீ எல்லாத்தையும் சிங்க் பண்ணி டைம் லைனா வச்சு பார்த்தேன்னு வச்சுக்கேன் கரெக்டாக இருக்கும். ஏன்னா தெஃப்ட் நடக்குது, ஒரு பெஸ்ட் எவிடன்ஸ் கண்டுபிடிக்கிறது அந்த டாக் ஸ்குவாடாக தான் இருக்கும்னு வச்சுக்கோ ஃபர்ஸ்ட் எவிடன்ஸ். ஸோ அதையே குழப்பி விட்டுட்டா, அதுவும் இல்லாமல் அவர் கரெக்டாக குழப்பி விடுற இடத்துல அவர் இருக்கார் வேறு கரெக்டாக அவர் அந்த டாக் ஷெல்டரில் தோணுது. ஆனால் சீரீஸ் பார்க்கல, ஆனால் இது உண்மையாக இருந்ததுன்னா அவங்களாம் விரிச்சிருவாங்க என்ன. ஸோ இன்னும் 2 எபிசோட் இருக்குது, ஆல்மோஸ்ட் நம்ம சீசன் எண்டிங் பண்ணிட்டோம். சீக்கிரமாக முடிச்சிடலாம். கேரளா கிரைம் போன வாட்டி இழுத்த மாதிரி இந்த வாட்டி இழுக்கல, கொஞ்சம் ஃபாஸ்ட்டாக போகிற மாதிரி தான் இருக்கும். எல்லா சீரீஸும் ஃபாஸ்ட்டாக போயிடுது நம்ம. ஸோ நம்ம அடுத்த எபிசோடு 5 சந்திக்கலான்றது. சரி, பரத் சைனிங் ஆஃப்.